എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ജൂലൈ 24 വെനസ്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ? എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് ചപ്പാത്തിക്കും അതേപോലെ പൂരിക്കും ആപ്പത്തിനും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പനീർ ബുർജിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. പനീർ ബുർജി കറി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ പെട്ടെന്ന് 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്, പനീർ ബുർജി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് പനീർ ബുർജി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാനിവിടെ ഒരു അരക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പള ഇല്ലെങ്കിൽ ഗ്ലാസ് അളവെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ അരക്കപ്പ് പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 100 ഗ്രാം വരും. ഞാനിതാ പനീർ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതാ പനീർ എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാം വരും കേട്ടോ ഈ പനീർ. അരക്കപ്പ് പനീരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് ചെറിയ ജീരകമാണ്. പിന്നെ ഒരു ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കറിക്ക് കളർ കിട്ടാനാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും കസ്തൂരി മേത്തിയും എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മേത്തി ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പാലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പനീർ ബുർജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? സൺഫ്ലവർ ഓയിൽ നെയ്യും ചൂടായി വന്നതും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചത് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ജീരകം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇത്. പനീർ ബുർജി ചപ്പാത്തിക്കും അതേപോലെ തന്നെ പൂരിക്കും ആപ്പത്തിനും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇത്, പനീർ ബുർജി. അങ്ങനെ നമ്മളിട്ട സവാളയൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയെല്ലാം അവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം, ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, വഴറ്റിയെടുക്കുക. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് വരാം കേട്ടോ. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയെല്ലാം നന്നായി അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ.
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന കടലമാവും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ കടലമാവും 1 ടീസ്പൂൺ ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കടലമാവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ശകലം കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിയിലയിൽ നിന്ന് കുറച്ച് മല്ലിയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ.